പത്തരമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എൻ ജുവല്ലറിയുടെ യഥാർത്ഥ ശില്പി ആരാണ് എന്നുള്ള കൊണ്ടുപിടിച്ചുള്ള അന്വേഷണം ഒടുവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ്. നാഗേന്ദ്രനാണ് എൻ ജുവല്ലറിയുടെ യഥാർത്ഥ ഓണർ എന്നുള്ള നഗ്ന സത്യം കണ്ടെത്തുന്നത് കല്യാണിയും കിരണും കൂടിയാണ്. തുടർന്ന് കിരൺ നാഗേന്ദ്രനെക്കുറിച്ചും അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായി അന്വേഷണം ആരംഭിച്ചു. അവിടെ ചുരുളഴിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന കഥകളായിരുന്നു. അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട നാഗേന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിച്ചേർന്ന് ദുബായിലായിരുന്നു. അധികം താമസിയാതെ അയാൾ വലിയ ധനാട്യനായ ഒരു ജ്വല്ലറി ഉടമയുമായി പരിചയത്തിലായി. മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തിയുടെ മകളുടെ ഭർത്താവ് എന്ന് തന്നെ പരിചയപ്പെടുത്തിയായിരുന്നു അയാളുമായി അടുപ്പം പുലർത്തിയിരുന്നത്. തുടർന്ന് തന്ത്രപരമായി ആ ബന്ധം അയാൾ വളർത്തിയെടുക്കുകയും അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി നാഗേന്ദ്രൻ വേഷം കെട്ടുകയും ചെയ്തു. അങ്ങനെ ആ ബന്ധം വളർന്ന് ഒടുവിൽ ആ ജ്വല്ലറി ഉടമയുടെ കുടുംബത്തിൽ പോലും നാഗേന്ദ്രൻ നിത്യസന്ദർശകനായി മാറി. മൂർത്തീസ് ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് പിൻപിലുണ്ടായിരുന്ന ബിസിനസ് തന്ത്രങ്ങൾ ഒട്ടനവധി അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് അയാളുടെ ബിസിനസ്സിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ച് മൂർത്തീസ് ജ്വല്ലറി പോലെ തന്നെ ലോകരാജ്യങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങി വലിയ നിലയിൽ അയാളെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഉറപ്പുകൾ നാഗേന്ദ്രൻ അയാൾക്ക് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ വിശ്വസ്തനായി കൂടെ നടക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ ആ ജ്വല്ലറിയിലേക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ സ്വർണം ഇറക്കിക്കൊടുക്കാമെന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ബൾക്കായിട്ട് സ്വർണം പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത്. വിശ്വസ്തനായ സുഹൃത്ത് എന്ന നിലയിൽ അയാൾ പറഞ്ഞത് അപ്പാടെ കമ്പനി ഓണർ വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അയാൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തില്ല. പക്ഷേ ഇറക്കുമതി ചെയ്ത സ്വർണം കള്ളക്കടത്ത് സ്വർണമായിരുന്നു. മാത്രവുമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ ആ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം എത്തിയിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ അയാൾ ദുബായ് പോലീസിന് ചോർത്തി നൽകുക കൂടി ചെയ്തു. അതോടെ പോലീസ് റെയ്ഡും തൊണ്ടി മുതൽ പിടിച്ചെടുക്കലും ഒടുവിൽ അയാൾ ജയിലിൽ പോകുന്ന സാഹചര്യം വരെയോളം കാര്യങ്ങളെത്തി. തുടർന്ന് അയാളുടെ കുടുംബം ഉൾപ്പെടെ നാമാവിശേഷമാക്കിയിട്ട് കൊടും ചതിയിലൂടെ നാഗേന്ദ്രൻ ആ സ്ഥാപനം സ്വന്തമാക്കി. നാഗേന്ദ്രന് പണവും പ്രശസ്തിയും ഒക്കെ എത്തിയപ്പോൾ അയാളെ ഉപേക്ഷിച്ച് കളഞ്ഞ ബന്ധുക്കളും എന്തിനേറെ സ്വന്തം മകൾ പോലും അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയും അയാളോട് ഒട്ടിച്ചേരുകയും ചെയ്തു. മാത്രമല്ല, കാലങ്ങളായി മനസ്സിലണയാതെ സൂക്ഷിച്ചിരുന്ന പകയുടെ തീക്കനൽ അതോടെ നാഗേന്ദ്രൻ്റെ ഉള്ളിൽ ആളിക്കത്തുവാൻ തുടങ്ങി. തന്നെ എന്നേക്കുമായി പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ അനന്തമൂർത്തിക്കും മൂർത്തീസ് ജ്വല്ലറിക്കും അതിശക്തമായ പ്രഹരമേൽപ്പിക്കുകയും ആ കുടുംബം തന്നെ കുളം തോണ്ടി ബിസിനസ് തകർത്ത് കളയുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അയാൾ കരുക്കൾ നീക്കുവാൻ തുടങ്ങി. ഈ സത്യങ്ങളെല്ലാം കിരൺ മനസ്സിലാക്കുകയാണ്. എൻ ജ്വല്ലറിയുടെ നീക്കങ്ങളെ തിരിച്ചറിയുവാനും അതിൻ്റെ പിൻപിൽ ആരാണെന്ന് കണ്ടെത്തുവാനും ആദർശ് കിരണിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. കാരണം ആദർശിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ കൃത്യമായി ശത്രുപക്ഷത്ത് ഓരോരുത്തരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആദർശ് നേരിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ അനന്തപുരിയിൽ നിന്നും ആദർശ് മറ്റൊരിടത്തേക്ക് താമസം മാറിപ്പോയതും അനന്തമൂർത്തിയുമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മുത്തശ്ശനും പേരക്കുട്ടിയും ചേർന്ന് നടത്തുന്ന ഒരു നാടകം. മൂർത്തി മുത്തശ്ശൻ ആദർശിനെ അടിച്ചു, ആദർശ് വീട് വിട്ടുപോയി എന്നുള്ളത് മാത്രമേ അനന്തപുരിയിലെ മറ്റുള്ളവർക്കൊക്കെ അറിയുകയുള്ളൂ. എന്നാൽ പഴുതടച്ച നീക്കങ്ങൾ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലിംഗ് ആയ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പുതിയ എപ്പിസോഡിൽ കാണുവാൻ കഴിയുന്നത് ആരംഭത്തിൽ തന്നെ കിരൺ തൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്ന കാഴ്ചയാണ്. അയാളുടെ പേര് ബിനീഷ് എന്നായിരുന്നു. അയാളെ കണ്ട മാത്രയിൽ കിരൺ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കിരണിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു ജോലിക്കാരനാണ് ബിനീഷ്. അദ്ദേഹം തൻ്റെ വർക്കുകളെക്കുറിച്ച് സംസാരിക്കുവാനായിരിക്കും വന്നത് എന്നാണ് കിരൺ ധരിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ വർക്കിൻ്റെ പ്രോഗ്രസിനെ കുറിച്ചൊക്കെ ബിനീഷിനോട് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ബിനീഷ് സംസാരിച്ചതിന് ശേഷം കിരണിനോട് പറയുകയാണ്, സർ, ഞാൻ ഇപ്പോൾ വന്നത് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല, അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്കിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് ആൾക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സാറും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശ് സാറും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട അനന്തമൂർത്തി സാറിനെ കുറിച്ചും മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അവിടെ ചർച്ച നടന്നു. നാട്ടിലൊക്കെ പലരും പല തരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറി ഏത് നിമിഷവും നിലംപൊത്തുമെന്നും ഗുരുതരമായ എന്തോ കുറ്റകൃത്യം ചെയ്ത കാരണത്താൽ സ്വന്തം പേരക്കുട്ടിയെ മൂർത്തി സാർ അനന്തപുരിയിൽ നിന്നും അടിച്ചിറക്കി എന്നുമൊക്കെയാണ് നാട്ടിൽ പാട്ടായിരിക്കുന്നത്. പക്ഷേ ഈ സംസാരിക്കുന്ന ആൾക്കാർക്കെല്ലാം അനന്തപുരിക്കാരെക്കുറിച്ചും മൂർത്തി സാറിനെക്കുറിച്ചും ആദർശ് സാറിനെക്കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് സാറേ. സംസാരമധ്യേ ഇടയ്ക്കിടയ്ക്ക് കിരൺ സാറിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കേട്ടപ്പോഴേക്കും കിരൺ പറയുകയാണ്, അല്ല ബിനീഷേ,
ഇതൊക്കെ നാട്ടിലെ സംസാരങ്ങളാണല്ലോ. ഇതാണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? അല്ല സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. അത് സാറിനോട് പറയുവാൻ എൻ്റെ കൂടെ മറ്റൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ? ആഹാ, അതാരാണ്? തീർച്ചയായിട്ടും വിളിച്ചോളൂ. അപ്പോൾ ബിനീഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ ഭാര്യയെ കൂട്ടി കിരണിൻ്റെ ഓഫീസിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സാർ, ഇത് എൻ്റെ ഭാര്യ, പേര് വൃന്ദ. ഇവൾക്കാണ് സാറിനോട് സംസാരിക്കാനുള്ളത്. കിരൺ വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇവർക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന രീതിയിൽ. അപ്പോൾ വൃന്ദ പറയുകയാണ്, സാർ, സാമ്പത്തിക ബാധ്യതയുടെ മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തിയത് സാറാണ്. അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ധാരാളം കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു ജോലിയും തരക്കേടില്ലാത്ത ശമ്പളവും നൽകി കൂടെ നിർത്തിയ സാറ് ഞങ്ങളുടെ കഷ്ടതയുടെ മുൻപിൽ അവതരിച്ച ദൈവത്തിൻ്റെ അവതാരമായിരുന്നു. സാറ് മാത്രമല്ല, സാറിൻ്റെ ഭാര്യയും ഞങ്ങളോട് വളരെ കരുണയോടുകൂടിയാണ് ഇടപെട്ടത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബം പ്രതിസന്ധിയിലാകുമ്പോൾ അവിടെ ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് തിരികെ ചെയ്യുവാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് കിരൺ ബിനീഷിൻ്റെയും വൃന്ദയുടെയും മുഖത്തേക്ക് മാറി മാറി ജിജ്ഞാസയോടെ സംഗതി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും അയാൾ പറയുന്നുണ്ട്, എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയൂ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ പറയുകയാണ്, സാർ, വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് നാളെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത്. ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ പുതുതായി ആരംഭിച്ച AN ജ്വല്ലറിയിലാണ്. AN ജ്വല്ലറി എന്ന് കേട്ടപ്പോൾ തന്നെ കിരണിൻ്റെ മുഖത്ത് ഒരമ്പരപ്പ് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും അവർ പറയുകയാണ്, സാർ, എനിക്കവിടെ വലിയ ജോലിയൊന്നുമല്ല, ഒരു ക്ലീനിങ് സ്റ്റാഫാണ്, വെറും ഒരു സ്വീപ്പർ. പക്ഷെ ഒരു ദിവസം ഞാൻ മാനേജറുടെ ക്യാബിൻ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ചൂലുമായി അകത്തേക്ക് കയറുവാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം മറ്റാരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ആ ഭാഗത്തേക്ക് എത്തുന്നതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ സംസാരിച്ച വാക്കുകൾ അതെന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ജുവല്ലറിയിലെ ജോലിയെക്കുറിച്ചും അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസം ഏട്ടനുമായി സംസാരിക്കുമ്പോൾ അന്ന് കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ഏട്ടനോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കിരൺ സാറിനെ കുറിച്ചും മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ചും ആദർശ് സാറിനെ കുറിച്ചും ഒക്കെ ബിനീഷ് ഏട്ടൻ എന്നോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അന്ന് കേട്ട മാനേജറുടെ സംസാരത്തെക്കുറിച്ച് ശരിക്കും ബോധവതിയായത്. അവിടെ അന്ന് വലിയ ചതിയുടെയും കുടിപ്പകയുടെയും ഒക്കെ കഥകളാണ് പറയുന്നത്. മൂർത്തീസ് ജ്വല്ലറിയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാനേജറുടെ സംസാരം കേട്ട് സത്യത്തിൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നത്? അതുമായി നമുക്കൊരു ബന്ധവുമില്ലല്ലോ എന്ന് കരുതി വിട്ടുകളഞ്ഞതാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും കിരൺ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ആ മാനേജർ ഫോണിൽ സംസാരിച്ചത്? ആരോടാണ് അയാൾ സംസാരിച്ചത്? സാറേ, അത് ആരോടാണ് എന്നെനിക്കറിയില്ല, പക്ഷേ അയാൾ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. തുടർന്ന് കാണുന്നത് AN ജ്വല്ലറിയുടെ മാനേജർ ഫോണിൽ സംസാരിക്കുന്ന കാഴ്ചകളാണ്. കയ്യിലൊരു സിഗരറ്റും കത്തിച്ചു വെച്ചുകൊണ്ട് അയാൾ വലിയ ആഹ്ലാദത്തോടെ മറ്റൊരാളോട് സംസാരിക്കുകയാണ്. എടീ, ആ നാഗേന്ദ്രന്റെ വിചാരം ഉണ്ടല്ലോ, ഒറ്റയടിക്ക് മൂർത്തീസ് ഗ്രൂപ്പിനെ പറ്റിച്ച് അവിടുത്തെ സമ്പത്ത് മുഴുവനും കൈക്കലാക്കാമെന്നാണ്. അയാളുടെ സംസാരവും രീതികളും ഒക്കെ കണ്ടാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അയാൾ മണ്ടനാടി. പണ്ടെന്നോ ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് പറഞ്ഞ് നിരന്തരം ചക്ക വീഴുകയും മുയൽ ചാകുകയും ചെയ്യും എന്നാണ് അയാളുടെ ചിന്ത. എന്തായാലും ഇത്രയും വലിയൊരു ജ്വല്ലറി നാട്ടിൽ തുറന്നിട്ട് അതിൻ്റെ മാനേജരാക്കി അയാൾ എന്നെ മാറ്റിയതിൽ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ് ഞാനിവിടെ. എങ്കിലും ഇവിടെയുള്ള എല്ലാവരുടെയും ചിന്ത എൻ്റേതാണ് ഈ ജ്വല്ലറി എന്നാണ്. എന്തായാലും ഇത് ദൈവമായിട്ട് നമ്മുടെ മുൻപിൽ കൊണ്ടു തന്ന അവസരമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാനിത് മുതലാക്കും. ഇതിനകത്ത് നീതിയുടെയും അനീതിയുടെയും കണക്കൊന്നും എടുത്തിട്ടിട്ട് കാര്യമില്ല. അയാൾ ദുബായിൽ പോയി മാന്യമായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനെ അടപടലം തറ പറ്റിച്ച് അയാളുടെ കുടുംബവും തകർത്ത് അയാളുടെ സ്വത്ത് മുഴുവനും സ്വന്തം പേരിലാക്കി ജ്വല്ലറിയുടെ പേരും മാറ്റി ഇനി ഒരിക്കലും പുറത്തിറങ്ങുവാൻ കഴിയാത്തവണ്ണം ആ സാധു മനുഷ്യനെ ജയിലിൽ അടച്ചിട്ട് രാജാവിനെ പോലെ വാഴുകയല്ലേ? അങ്ങനെയുള്ളപ്പോൾ നഷ്ടപ്പെടലിൻ്റെയും തകർച്ചയുടെയും ഒക്കെ ടേസ്റ്റ് എന്താണെന്ന് അയാളും ചെറുതായിട്ടൊന്ന് അറിയട്ടെ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ കൃത്യമായി പണി കൊടുക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഇവിടെ നിയോഗിച്ചതാകാനും മതി. എന്തായാലും നമുക്ക് നമ്മുടെ 25 തലമുറയ്ക്കും തിന്നു തീർക്കുവാനും ബാക്കി വെക്കുവാനുമുള്ളത് കൈക്കലാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ. എടീ, സത്യം പറഞ്ഞാൽ ഇതിനെയാണ് ഭാഗ്യദേവത കടാക്ഷിക്കുക എന്ന് പറയുന്നത്. എന്തായാലും നീ ഫോൺ വെച്ചു. ആ നാഗേന്ദ്രൻ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ ഞാനിവിടെ നടത്തണം. ഇത് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് വീണ്ടും കാണുന്നത് കിരണിനെയും വൃന്ദയെയും വിനീഷിനെയുമാണ്. വൃന്ദ വീണ്ടും പറയുകയാണ്, സാറേ, ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു അയാൾ സംസാരിച്ചത്. സാധാരണ അവിടെയുള്ള സംസാരങ്ങളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. മാത്രവുമല്ല, നമ്മളൊക്കെ അവിടേക്ക് ചെല്ലുമ്പോൾ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും സംസാരിക്കാറുമില്ല. പക്ഷേ ഞാൻ ആ മുറിയുടെ അരികിലുള്ളത് അയാൾ കണ്ടിരുന്നില്ല.
അയാൾ അയാളുടെ ഭാര്യയോടായിരുന്നു സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതുവരെ കമ്പനിയുടെ ഉടമസ്ഥനെന്ന് ഞാൻ കരുതിയിരുന്ന ആ മനുഷ്യൻ കമ്പനിയുടെ ജോലിക്കാരനാണ്, മറ്റൊരാളാണ് കമ്പനിയുടെ യഥാർത്ഥ ഓണർ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അയാളുടെ പേര് നാഗേന്ദ്രൻ എന്നാണ്. അയാൾ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കുവാൻ വലിയ പദ്ധതികൾ ഒരുക്കി പിൻപിൽ നിന്ന് കളിക്കുന്ന മനുഷ്യനാണ്. ഒരിക്കലും അയാൾ ലക്ഷ്യം നേടുന്നതുവരെ പുറത്തേക്ക് വരില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും കിരൺ പറയുകയാണ്, വൃന്ദ, നിങ്ങൾ നൽകിയ ഈ ഇൻഫർമേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിലപ്പെട്ടതാണ്. എങ്ങനെ ഈ വാക്കുകൾക്ക് നന്ദി പറയണം എന്നെനിക്ക് അറിയില്ല. എന്തായാലും വൃന്ദയും വിനീഷും അല്പം പോലും ഭയപ്പെടണ്ട. യാതൊരു കാരണവശാലും ഇത് എന്നോട് പറഞ്ഞത് നിങ്ങളാണ് എന്ന് മറ്റൊരാൾ അറിയില്ല, അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇത്രയും വലിയൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നതിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ബിനീഷെ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? സാറേ, ഞങ്ങൾക്ക് പ്രത്യുപകാരമായി ഒന്നും വേണ്ട. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത്രയധികം നന്മകളാണ്. ഇങ്ങനെയെങ്കിലും അതിനൊരു മറുപടി നൽകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണുള്ളത്. അതുകൊണ്ട് ആ സന്തോഷത്തിൽ തന്നെ ഞങ്ങളങ്ങ് പോകട്ടെ. ഒറ്റ കാര്യം മാത്രമേ വീണ്ടും എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഭാര്യയാണ് ഈ വിവരം സാറിന് ചോർത്തി നൽകിയത് എന്ന് സാറല്ലാതെ മറ്റാരും അറിയരുത്. ഒരിക്കലുമില്ല ബിനീഷെ, ഇതൊരു കാരണവശാലും പുറം ലോകം അറിയില്ല. പോരെ? തുടർന്ന് വൃന്ദയും ബിനീഷും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. കിരൺ വല്ലാത്ത ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. നാഗേന്ദ്രൻ ആരാണ് അയാൾ? അയാൾ എന്തിനാണ് മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിനെ തകർക്കുവാൻ ശ്രമിക്കുന്നത്? ചിന്തിച്ചിട്ടൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് കിരണിന്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്. മൂർത്തി മുത്തശ്ശനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഒരു പക്ഷേ ഇത് ഏതെങ്കിലും പഴയ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ? എന്തായാലും ഈ ചിന്തയോടുകൂടി ഉടൻ തന്നെ ഫോൺ എടുത്ത് കിരൺ മൂർത്തി സാറിനെ വിളിക്കുകയാണ്. കിരണിന്റെ ഫോൺ കണ്ടപ്പോഴേക്കും മൂർത്തി സാർ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, മോനെ കിരണേ, എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. സുഖമാണ് മുത്തശ്ശ. അവിടെ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മോനെ, പഴയതുപോലെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. നിനക്കറിയാമല്ലോ എല്ലാം. അതെ മുത്തശ്ശ, ഞാൻ വിളിച്ചത് ഒരു വിവരം അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്താ മോനെ? മുത്തശ്ശൻ ഒരു നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ പരിചയമുണ്ടോ? ഏതെങ്കിലും കാലത്ത് അവിടെ ജോലിക്ക് വന്ന ആരെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നാഗേന്ദ്രൻ? അപ്പോൾ മൂർത്തി സാർ, മോനെ, ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ടൊന്നും ബന്ധമുള്ള ആളല്ല. നാഗേന്ദ്രൻ നമ്മുടെ ജലജയുടെ ഭർത്താവായിരുന്നു. ഓ, അത് ശരി. എന്താ മോനെ, എന്തിനാണ് ഇപ്പോൾ നാഗേന്ദ്രനെ അന്വേഷിക്കുന്നത്? ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല മുത്തശ്ശ, പല അന്വേഷണങ്ങളിലാണ്, പല പേരുകളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അല്ല, ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആള് ദുബായിലായിരുന്നോ? അതെ മോനെ, അവൻ ദുബായിലോട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ഈ കുടുംബവുമായി അവന് യാതൊരു ബന്ധവുമില്ല. ശരി മുത്തശ്ശ, ഞാൻ വിളിച്ചോളാം. ഇത് പറഞ്ഞിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. കിരണിന് എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുകയാണ്. ഉടൻ തന്നെ അയാൾ ഫോൺ കയ്യിലെടുത്ത് ആദർശിനെ കോൾ ചെയ്യുന്നുണ്ട്. ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എടാ ആദർശേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത്യാവശ്യമായിട്ട് നീ വൈകിട്ട് ബീച്ച് റോഡിലേക്ക് വരണം. ഒരു 5 മണിയോടുകൂടി എത്തിയാൽ മതി. ഞാൻ നിന്നെ അവിടെ വെയിറ്റ് ചെയ്യും. ഇത് കേട്ടിട്ട് ആദർശ് ചോദിക്കുകയാണ്, എന്താടാ, ഫോണിൽ കൂടി പറയാൻ പറ്റാത്ത എന്തു വിവരമാണ് ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നത്? ഒന്ന് തുറന്നു പറ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ്. എടാ, അങ്ങനെയെല്ലാം ഫോണിൽ കൂടി സംസാരിക്കാൻ കഴിയുമോ? നമ്മുടെ നിഴലിനെ പോലും നിരീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ട സമയമാണിത്, പ്രത്യേകിച്ച് നിനക്ക്. ഒരുപക്ഷെ നിന്റെ ഫോൺ കോളുകൾ പോലും ട്രേസ് ചെയ്യപ്പെടുന്നുണ്ടാവും, നമുക്കറിയില്ലല്ലോ. മൂർത്തീസ് ജ്വല്ലറിയിലെ ഓരോ ആൾക്കാരും എവിടെയൊക്കെ പോകുന്നു, ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു, എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത്, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാൻ ചാരന്മാരുണ്ട് എന്നുള്ള കാര്യം അത് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ? എടാ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രമാത്രം നിർണായകമായ വിവരങ്ങൾ എന്തെങ്കിലുമാണോ നിനക്ക് ലഭിച്ചിരിക്കുന്നത്? അതേടാ, നീ സമയം താമസിപ്പിക്കാതെ 5 മണിക്ക് തന്നെ എത്താൻ നോക്ക്. അവിടെ വെച്ച് നമുക്ക് കാണാം. ഞാനും കല്യാണിയും ഉണ്ടാവും. ഇത് പറഞ്ഞിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായ ഉടൻ തന്നെ കിരൺ കല്യാണിയെ വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി, തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ കിരണേട്ടാ. ദൈവം നമുക്കെല്ലാം അനുകൂലമാക്കി കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിവരം ആദർശേട്ടനെ അറിയിക്കണം. ഞാൻ ഫോണിൽ ആദർശിനെ വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഫോണിൽ കൂടി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈകിട്ട് ബീച്ച് റോഡിൽ 5 മണിക്ക് എത്താനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീ റെഡി ആയിരിക്കണം. നമുക്ക് ഒരുമിച്ച് വേണം പോകാൻ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിന്നെ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശിനെയും നയനയുമാണ്. ആദർശ് താമസിക്കുന്നിടത്തേക്ക് എത്തിയ നയനയോട് കിരൺ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശ് പറയുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് ബീച്ച് റോഡിൽ വെച്ച് കിരണിനെ മീറ്റ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി പറഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ കൂടെ വരാം ആദർശേട്ടാ, നമുക്ക് ഒരുമിച്ച് പോകാം. വൈകിട്ട് 5 മണിക്ക് ഇരുവരും കൂടി ബീച്ച് റോഡിൽ എത്തുമ്പോൾ കല്യാണിയും കിരണും അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടപാടെ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടുകൾ നിരീക്ഷിച്ചതിന് ശേഷം ആദർശ് കിരണിന്റെയും കല്യാണിയുടെയും അരികിലേക്ക് ഓടിയെത്തുകയാണ്.
തുടർന്ന് മുഖവുരകളൊന്നും കൂടാതെ ആദർശ് അങ്ങ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് വലിയ രഹസ്യം നീ പറയാനുണ്ടെന്ന് പറഞ്ഞേ. നിന്റെ ഫോൺ കോൾ രാവിലെ വന്ന സമയം മുതൽ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ല. ഈ ഒരു സമയത്തിന് വേണ്ടി ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. AN ജ്വല്ലറിയുടെ എന്തെങ്കിലും വിവരങ്ങളാണോ നിനക്ക് ലഭിച്ചിരിക്കുന്നത്? അതേടാ, അത് തന്നെയാണ്. അല്ലാതെ ഈ സാഹചര്യത്തിൽ രഹസ്യം നിന്നോട് പറയാൻ തക്കവണ്ണം മറ്റെന്താണ് എനിക്കുള്ളത്? മാത്രവുമല്ല, AN ജ്വല്ലറിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ നീ എന്നെ ചുമതലപ്പെടുത്തുക കൂടി ചെയ്തതല്ലേ. എടാ, ഞാൻ നിന്നെ ചുമതലപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ പല വഴികളിലും അന്വേഷിച്ചിട്ട് എനിക്ക് അധികം മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ ഓരോ ഇടങ്ങളിലും ഞാൻ പോയി അങ്ങ് ഇടിച്ചു നിൽക്കുകയാണ്. അതൊക്കെ നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഞാൻ പോയതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, കേൾക്കട്ടെ. അപ്പോൾ കിരൺ, എടാ, നീ എന്ത് കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. അന്വേഷണങ്ങൾ പലതും ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലും ചില ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നീ വിശ്വസിക്കുന്നത് പോലെ AN ജ്വല്ലറിയുടെ ഓണർ അതിൻ്റെ മുൻപിൽ നിന്ന് കളിക്കുന്ന ആ കിളവൻ മാനേജരല്ല. അയാള് കാൽ കാശിന് വകയില്ലാത്ത വെറും ഒരു മുഖം മൂടി മാത്രമാണ്. അയാളെ മുൻപിൽ നിർത്തിക്കൊണ്ട് വലിയ കളികളാണ് അതിൻ്റെ പിൻപിൽ നടത്തുന്നത്. മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയൊരു ശത്രുവായി നിലകൊള്ളുന്ന ഒരാളാണ് AN ജ്വല്ലറിയുടെ ഓണർ. കിരൺ അത്രയും പറഞ്ഞപ്പോഴേക്കും ആദർശ് അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാ കിരണ ഈ പറയുന്നത്? അനന്തപുരി കുടുംബത്തിൻ്റെയും മൂർത്തീസ് ഗ്രൂപ്പിൻ്റെയും ശത്രു വന്നു, അതും ഞങ്ങളെ തകർക്കുവാൻ കെൽപ്പുള്ള അത്രയും വലിയൊരാൾ. ആരാണ് അയാൾ? എന്തിനാണ് അയാൾ അനന്തപുരിക്കാരോട് ഇത്രയും വലിയ ശത്രുത വെച്ച് പുലർത്തുന്നത്? അങ്ങനെ വലിയ ജ്വല്ലറിയൊക്കെ തുടങ്ങി അനന്തപുരിയെ വിലക്കെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ശത്രുവിനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ബിസിനസ്സിൽ അല്ലറ ചില്ലറ പിണക്കങ്ങളും ശത്രുതയും ഒക്കെ അത് സ്വാഭാവികമല്ലേ. ബിസിനസ് ആകുമ്പോൾ ചിലർ താഴെ പോകും, ചിലർ മുകളിലേക്ക് കയറും. ആ സമയത്തുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അങ്ങനെ ഉണ്ടാകുന്ന പിണക്കങ്ങൾ മാത്രമാണ്. അതൊരിക്കലും കുടിപ്പകയായി മാറില്ല. പിന്നെ ഈ കുടുംബം ഉൾപ്പെടെ തകർത്ത് കളയണം എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പ് ആരുടെയും ബിസിനസ്സിനെ തകർത്തിട്ടില്ല, ആരുടെയും കുടുംബത്തിൽ കയറി കളിച്ചിട്ടുമില്ല. പിന്നെ നീ ഈ പറയുന്നതിൻ്റെ അർത്ഥം അതെനിക്ക് മനസ്സിലാകുന്നില്ല കിരണേ. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം നിനക്ക് കാര്യങ്ങൾ വ്യക്തമാവില്ല. എന്നാൽ ജ്വല്ലറിയുടെ ഓണർ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിനക്ക് മറുപടി കിട്ടും. ആ വ്യക്തി മറ്റാരുമല്ലടാ, നാഗേന്ദ്രൻ. അറിയോ നിനക്ക്? മുത്തശ്ശൻ നിന്റെ വീട്ടിൽ നിന്നും തല്ലിയിറക്കി വിട്ട ജലജ ആൻറ്റിയുടെ ഭർത്താവ് നാഗേന്ദ്രൻ. അനന്തപുരി തറവാടിന്റെ സ്വസ്ഥത കെടുത്തി ആ കുടുംബത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കുനിഞ്ഞ ശിരസ്സോടെ നിർത്തുവാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന അബി, ആ അബിയുടെ അച്ഛൻ സാക്ഷാൽ നാഗേന്ദ്രൻ. കിരണിന്റെ വായിൽ നിന്നും ആ പേര് കേൾക്കുകയും ആദർശ് ഒരു നിമിഷം പകച്ചുപോയി. അതിലുപരി അതിശയോക്തിയോടും ദയനീയതയോടും കൂടെ നയനയും. തുടർന്ന് നയന വിശ്വാസം വരാതെ കിരണിനോട് ചോദിക്കുന്നുണ്ട്, സത്യം തന്നെയാണോ കിരണേട്ടാ ഈ പറയുന്നതൊക്കെ? അതിന് കല്യാണിയാണ് മറുപടി പറയുന്നത്, അതേ നയനെ, എല്ലാം സത്യങ്ങൾ തന്നെയാണ്. അനന്തപുരിയെ നശിപ്പിച്ച് സകലരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന വണ്ണമുള്ള തിരിച്ചടിയാണ് നവ്യയെ പരസ്യ മോഡലായി വൻ തുക കൊടുത്ത് അയാൾ പിടിച്ചെടുത്തിരിക്കുന്നത്. തുടർന്ന് കിരൺ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ അന്വേഷണങ്ങൾ പകുതി ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും ഞാൻ പിടിക്കും. എന്തായാലും തൽക്കാലം കാര്യങ്ങൾ നിന്നെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയിപ്പോൾ നീ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങളെ മുൻപോട്ട് നീക്കാൻ. ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്, തൽക്കാലം ഞങ്ങൾ പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് പറഞ്ഞ് കിരണും കല്യാണിയും മടങ്ങിപ്പോകുന്നു. തുടർന്ന് കാണുന്നത് കിരൺ ദുബായിലുള്ള തൻ്റെ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചിട്ട് അയാളോട് AN ജ്വല്ലറി എന്ന സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ മറുതലക്കൽ ഫോൺ എടുത്തിരിക്കുന്ന ആൾ പറയുകയാണ്, AN ജ്വല്ലറി ദുബായിലെ ഒരു വലിയ ജ്വല്ലറി ആയിരുന്നു. ദുബായ് കൂടാതെ പല സ്ഥലങ്ങളിലും അവർക്ക് പല ബ്രാഞ്ചുകളുമുണ്ട്. ഒരു മലയാളിയായിരുന്നു അതിൻ്റെ ഓണർ. പക്ഷേ ഇപ്പോഴയാൾ ജയിലിലാണ്. അയാളുടെ കുടുംബവും ആകെ തകർന്ന് തരിപ്പണമായി വഴിയാധാരമായി പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊരു വൻ ചതിയാണ്, അധികം ആരും അറിയാത്ത ഒരു ചതിയുടെ കഥ. നാട്ടിൽ നിന്നും എത്തിയ ഏതോ ഒരു നാഗേന്ദ്രൻ, അങ്ങനെയാണ് അയാളുടെ പേര് കേട്ടിട്ടുള്ളത്. അയാൾ ഈ ബിസിനസ്സുകാരനുമായി ചെങ്ങാത്തം കൂടുകയും ഒടുവിൽ അയാളുടെ വിശ്വസ്തനായി കൂടെ നടക്കുകയും ചെയ്ത് കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറിയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ പദ്ധതിയിട്ടു. എന്നിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ ദുബായ് പോലീസിന് ചോർത്തിക്കൊടുത്തു. സ്വർണം ജ്വല്ലറിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് പിടിച്ചു. അതോടെ ഓണർ അകത്തായി. നാഗേന്ദ്രൻ ഒറ്റയ്ക്ക് ചെയ്ത കളിയായിരുന്നില്ല ഇത്. ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ വശത്താക്കി അവരുമായിട്ട് ചേർന്ന് നടത്തിയ വമ്പൻ കളിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് ജ്വല്ലറി നാഗേന്ദ്രൻ്റെതായി മാറി, ജ്വല്ലറിയുടെ പേരും മാറി. കോടികളുടെ കള്ളക്കടത്ത് മുതലായിരുന്നത് കൊണ്ട് ആ മനുഷ്യൻ അകത്തുപോയി. അയാൾക്ക് വേണ്ടി വക്കാലത്തുമായി പോകുവാൻ ആരും ഉണ്ടായില്ല. മാത്രവുമല്ല, ദുബായ് അല്ലേ, നമ്മുടെ നാട് പോലൊന്നും അല്ലല്ലോ. അകത്തു പോയാൽ പിന്നെ പോയതാണ്. ഇതൊക്കെ അരമന രഹസ്യങ്ങൾ എന്നതുപോലെയാണ്. എങ്കിലും നാട്ടിൽ പാട്ടാണ്. പക്ഷേ
നാഗേന്ദ്രൻ പിറകിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ്. ആ ജ്വല്ലറിയിൽ മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനെയാണ് മാനേജരും ഓണറും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരൺ തൻ്റെ സുഹൃത്തിന് നന്ദി പറഞ്ഞിട്ട് പറയുകയാണ്, ആ നാഗേന്ദ്രൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ നാഗേന്ദ്രനല്ല, നാശേന്ദ്രനാണ്. അയാൾ കേരളത്തിലും ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലറ ചില്ലറ പരാതികളൊക്കെ അയാളെക്കുറിച്ച് ഇവിടെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമെന്ന് കണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ ശരിയടാ, ഞാൻ നിന്നെ വിളിച്ചോളാം. ഇത് പറഞ്ഞിട്ട് കിരൺ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് ഉടൻ തന്നെ കിരൺ ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യമായി നാളെ നീ നിന്റെ വീട്ടിലേക്ക് മുത്തശ്ശനെ ഒന്ന് വിളിച്ചു വരുത്തണം. ഞാനും അവിടെ എത്താം. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് തുടർന്നുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാം. കൂടുതലൊന്നും ഞാൻ ഫോണിൽ സംസാരിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് കിരൺ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് കാണുന്നത് ആദർശിന്റെ വീട്ടിലേക്ക് മൂർത്തി സാർ എത്തുന്ന കാഴ്ചയാണ്. മൂർത്തി സാറിനെ കണ്ടുകൊണ്ട് നയന മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശൻ ഇവിടേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അത് ശരി മോളെ, ഞാൻ മോളെ കാണാൻ വേണ്ടി കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ആഹാ, അപ്പോൾ മുത്തശ്ശൻ്റെ പേരക്കുട്ടിയെ കാണണ്ടേ? അത് പിന്നെ പറയണോ, അവനെ കാണാനും കൂടിയാണ് ഞാൻ വന്നത്. അത്രയും മൂർത്തി സാർ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് ആദർശും അവിടേക്ക് എത്തി. ആദർശിന്റെ സന്തോഷവും മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ നയനയാകെ കൂടി അമ്പരന്ന് പോയി. നയനയുടെ നിൽപ്പും പരിഭവവും കണ്ടപ്പോൾ തന്നെ മൂർത്തി സാർ പറയുകയാണ്, മോളെ നീ ആകെപ്പാടെ കൺഫ്യൂഷനായി നിൽക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ഒരു നാടകമായിരുന്നു. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. ഞാനും ആദർശും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നാടകം. ആദർശിനെ അടിച്ചു പുറത്താക്കി മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്ത നമ്മുടെ ശത്രുവിൻ്റെ പാളയത്തിൽ എത്തിയെങ്കിൽ മാത്രമേ അടുത്ത കളി കളിക്കുവാൻ വേണ്ടി അവർ മാളത്തിൽ നിന്നും പുറത്തിറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോള് സങ്കടപ്പെടണ്ട, മോളോട് പോലും പറയണ്ട എന്ന് ഞാൻ ആദർശിനെ വളരെ സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്തിട്ടാണ് ഈ നാടകം ആരംഭിച്ചത്. അത്രയും കേട്ടപ്പോഴേക്കും നയന പറയുകയാണ്, എന്നാലും മുത്തശ്ശ എന്നോടെങ്കിലും ഒരു വാക്കു പറയാമായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഞാൻ എത്രമാത്രം വേദന തിന്നുന്നുണ്ടായിരുന്നുവെന്ന് മുത്തശ്ശൻ അറിയാമായിരുന്നതല്ലേ? അറിയാം മോളെ, എല്ലാം അറിയാം. പക്ഷേ ചില സാഹചര്യങ്ങൾ കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസാരം തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് കല്യാണിയും കിരണും അവിടേക്ക് എത്തുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്കും വല്ലാത്തൊരു അതിശയോക്തിയായി. തുടർന്ന് കിരൺ തനിക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് എല്ലാം മൂർത്തി സാറിനോട് തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു, ഇതിൻ്റെ പിൻപിലെല്ലാം നാഗേന്ദ്രൻ തന്നെയാണ്. ഒരന്വേഷണത്തിനും ഇനി പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നെ ഇതുവരെയും അവന് പിടികിട്ടിയിട്ടില്ല. അല്പമെങ്കിലും എന്നെക്കുറിച്ച് അവൻ എന്തെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങൾ കാണിക്കുവാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. ഇനിയിപ്പോൾ അവൻ എവിടെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും ഭൂമിയുടെ ഏതറ്റത്ത് പോയി അവൻ ഒളിച്ചാലും ഈ അനന്തമൂർത്തി അവനെ പൊക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദുവിൻ്റെ കോള് ആദർശിന് വരുന്നുണ്ട്. നന്ദു ആദർശിനെ വിളിച്ചിട്ട് പറയുകയാണ്, ആദർശേട്ടാ ആ ഗ്രീനയെ കിട്ടിയിട്ടുണ്ട്. ആഹാ, അവളെ കിട്ടിയോ? ആ, എന്നിട്ട് ഞാനിപ്പോൾ അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പഠിച്ച കള്ളിയാണ് ആദർശേട്ടാ, ഒന്നും വിട്ടു പറയില്ല. പക്ഷേ അവളെ കൊണ്ട് ഞാൻ സകലതും പറയിപ്പിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ആദർശേട്ടനൊന്ന് പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. ശരിയെന്നാൽ. ആദർശ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ മൂർത്തി സാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ നന്ദു വിളിച്ചത്? അത് മുത്തശ്ശ, എനിക്ക് കുടിക്കാൻ വെള്ളത്തിൽ മയക്കുമരുന്ന് കലക്കി തന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളെ നന്ദു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ മൂർത്തി സാർ, നന്ദു നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല. ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ അന്ത്യം കാണാതെ അവൾ തിരികെ കയറില്ല. തുടർന്ന് കാണുന്നത് ഗ്രീനയെ ചോദ്യം ചെയ്യുന്ന നന്ദുവിനെയാണ്. നന്ദു അവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്ത് പിറകിലേക്ക് വളച്ച് ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. പറയടി, ആരായിരുന്നു ഇതിൻ്റെയൊക്കെ പിൻപിൽ? അയ്യോ മാഡം, എന്നെ വെറുതെ തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയാടി, നിനക്ക് മാത്രമാണ് എല്ലാം അറിയാവുന്നത്. നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ അത് പറയും. പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ മര്യാദയുടെ ഭാഷയിലാണ് നിന്നോട് ചോദിക്കുന്നത്. ഇതുകൊണ്ട് കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയടി കാര്യം. മാഡം, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. കാരണത്തൊരൊറ്റ അടി പൊട്ടിച്ചിട്ട് നന്ദു പറയുകയാണ്, എടി നിന്റെ ഈ സുന്ദര മുഖമുണ്ടല്ലോ, ഇത് ഞാൻ ആസിഡ് ഒഴിച്ച് പൊള്ളിക്കും. എൻ്റെ തൊപ്പി ഈ കാരണത്താൽ തെറിച്ചു പോയാൽ അതങ്ങ് പോകട്ടെ എന്ന് ഞാൻ കരുതും. ഇത് പറഞ്ഞ് കസേരയിലിരിക്കുന്ന ഗ്രീനയുടെ നെഞ്ചിലേക്ക് ബൂട്ടിട്ട് ഒരൊറ്റ ചവിട്ടാണ്. കസേരയുമായി മലർന്നടിച്ച് താഴേക്ക് വീണ ഗ്രീന കൂപ്പ് കൈയോടുകൂടി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ തല്ലല്ലേ മാഡം, എന്നെ തല്ലരുത്. ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. നീയല്ലേ പറഞ്ഞത് നിനക്കൊന്നും പറയാനില്ല, നിനക്കൊന്നും അറിയില്ല എന്ന്? നീ പറയണ്ടടി, ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം.
തറയിൽ നിന്നും അവളെ പൊക്കിയെടുത്ത് കരണത്തൊന്നുകൂടി കൊടുത്തിട്ട്, അപ്പോൾ മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാകത്തില്ലല്ലേ? ആ പറയ്. അപ്പോൾ അവൾ പറയുകയാണ്, മാഡം ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്കണം. എൻ ജ്വല്ലറി എന്ന സ്ഥാപനത്തിൻ്റെ പിൻപിലുള്ള വ്യക്തി ആരാണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അയാളെ അറിയില്ല. പക്ഷേ അയാളുടെ പേരെനിക്കറിയാം. അയാളുടെ പേര് നാഗേന്ദ്രൻ എന്നാണ്. ഇനി എന്നെ തല്ലിയാലും കൊന്നാലും ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല മാഡം. ഇത്രയും കേട്ടപ്പോൾ തന്നെ ചോദ്യം ചെയ്യൽ റൂമിൽ നിന്നും നന്ദു പുറത്തേക്ക് ഇറങ്ങി. ഉടൻ തന്നെ ആദർശിനെ വിളിച്ചിട്ട് ഗ്രീനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശിനോട് പറഞ്ഞു. ആദർശ് അത് മൂർത്തി സാറിനോട് അപ്പോൾ തന്നെ പറയുന്നു. നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിൻപിലെ ആള് എന്ന് ഉറപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് മൂർത്തി സാർ ഉടൻ തന്നെ തൻ്റെ ഫോൺ എടുത്ത് മാറി നിന്നുകൊണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുകയും വാട്സാപ്പിൽ കൂടി എന്തൊക്കെയോ ഇൻഫർമേഷൻസ് കൈമാറുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൂർത്തി സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മറുതലക്കൽ കേട്ട ശബ്ദം, സാർ തന്ന ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങൾ അയാളെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ അയാൾ ഉള്ളത് ടൗണിലുള്ള ഫ്രാൻസി ഹോട്ടലിലാണ്. ഓ അത് ശരി, താങ്ക്സ്. ഇത് പറഞ്ഞിട്ട് മൂർത്തി സാർ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആദർശിൻ്റെയും കിരണിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് മൂർത്തി സാർ പറയുകയാണ്, നാട്ടിലുള്ള എല്ലാ ക്രിമിനലുകളും ഒത്തുകൂടുന്നൊരു പ്രധാന താവളമുണ്ടല്ലോ, അവിടെ തന്നെ അവൻ എത്തിയിട്ടുണ്ട്. അത് കേട്ടുകൊണ്ട് കിരൺ, അത് ഏത് താവളമാണ് മുത്തശ്ശ? അത് ശരി, മോൻ അതേപ്പറ്റി അറിയില്ലല്ലേ? ഫ്രാൻസി ഹോട്ടൽ എന്നാണ് ആ താവളത്തിൻ്റെ പേര്. തുടർന്ന് മൂർത്തി സാർ ആദർശിനോടും കിരണിനോടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ വൈകിക്കണ്ട, ഉടൻ തന്നെ ആ ഹോട്ടലിലേക്ക് അങ്ങ് പോവുകയാണ്. കല്യാണിയെ നയനയ്ക്ക് കൂട്ടിരുത്തിയിട്ട് മൂവരും കൂടി കാറിൽ കയറി ഫ്രാൻസി ഹോട്ടലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ആദർശ് നന്ദുവിനെ വിവരമറിയിക്കുന്നുണ്ട്. നന്ദു ഗ്രീനയെയും കൂട്ടിക്കൊണ്ട് ഒരു പറ്റം പോലീസുകാരുമായി ഫ്രാൻസി ഹോട്ടലിലേക്ക് പാഞ്ഞു. ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് മൂർത്തി സാറും ആദർശും കിരണും കയറുകയാണ്. തുടർന്ന് ആദർശ് റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷനിസ്റ്റ് ഒരു പെൺകുട്ടിയാണ്. അവൾ ചോദിക്കുകയാണ്, ഗുഡ് ഈവനിങ് സാർ, എന്താണ് ആവശ്യം? റൂം വല്ലതും? ഇല്ല, റൂമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ റൂം ഏതാണ് എന്നൊന്ന് അറിയാനായിരുന്നു. ആരാണ് സാർ? എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അത് ഒരു മിസ്റ്റർ നാഗേന്ദ്രൻ. ആ പേര് കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടാകുന്നത് ആദർശ് ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഒന്ന് വെക്കിയതിനു ശേഷം അവൾ പറയുകയാണ്, ഒരു നിമിഷം സാർ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. രജിസ്റ്റർ ബുക്കിൻ്റെ 2-3 പേപ്പറുകൾ മറിച്ചു നോക്കിയിട്ട്, സോറി സാർ, അങ്ങനെ ഒരാൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോഴേക്കും നന്ദുവും പോലീസുകാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. നന്ദു മുൻപോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ? അത് പിന്നെ മോളെ, നാഗേന്ദ്രൻ എന്നയാൾ ഇവിടെ ഇല്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഓ അത് ശരി, നാഗേന്ദ്രൻ ഇവിടെ ഇല്ല അല്ലേ? ഇല്ല മാഡം, അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല. നാഗേന്ദ്രൻ എന്നയാളിനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് പൊക്കിയാലോ? അങ്ങനെ പൊക്കിയാൽ നിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. മര്യാദയ്ക്ക് പറയടി, ഏത് റൂമിലാണ് അവൻ കയറിയിരിക്കുന്നത്? നന്ദുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ റിസപ്ഷനിസ്റ്റ് ആകെ ഭയന്നുപോയി. പെട്ടെന്ന്, സോറി മാഡം, റൂം നമ്പർ 308. ഏതാണ്? 308 നമ്പർ റൂമിലാണ് മാഡം. ശരി. ഇത്രയും കേട്ടിട്ട് മൂർത്തി സാർ ഉൾപ്പെടെ എല്ലാവരും കൂടി 308 നമ്പർ റൂമിൻ്റെ വാതിക്കലേക്ക് വേഗത്തിൽ നടന്നു നീങ്ങുകയാണ്. നാഗേന്ദ്രൻ്റെ കാര്യത്തിൽ തീരുമാനമാവുകയാണോ? എന്തൊക്കെയായിരിക്കാം തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? വരുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ പത്തരമാറ്റ് സീരിയലിൽ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൻ്റെ വിവരണങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.